സർ നമസ്കാരം. നമസ്കാരം. ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ, അതായത് അനുരാഗ് കുമാര ദിസനായകെ വന്നപ്പോൾ, ഇവിടെ ആകമാനം പറഞ്ഞു കേട്ട ഒരു കാര്യം, ഇനി മോദിയുടെ ചീപ്പ് തന്ത്രങ്ങളൊന്നും നടക്കില്ല, അവിടെ ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ആളാണ് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നിപ്പോൾ ഞാൻ പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് ശ്രീലങ്കയ്ക്ക് വമ്പൻ സാമ്പത്തിക സഹായം എന്നുള്ള വലിയൊരു വാർത്തയാണ്. 7 കരാറുകളാണ്, പ്രതിരോധ കരാർ ഉൾപ്പെടെ 7 കരാറുകളാണ് ഒപ്പിട്ടിരിക്കുന്നത്. മാത്രമല്ല മോദിക്ക് പരമോന്നത ബഹുമതി നൽകുക കൂടി ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മോദിയുടെ ഒരു നയതന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സാധാരണ നമ്മൾ പറയുന്നത് പോലെ കമ്മികൾക്കും സുഡാപ്പികൾക്കും ഒന്നും അങ്ങനെ അത്ര മനസ്സിലായിട്ടില്ല ഇനിയും എന്നാണ് തോന്നുന്നത്. സാറിന് എന്താണ് ആ കാര്യത്തിൽ തോന്നുന്നത്? ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പില് എന്റെ ഒരു വിനീതമായ അപേക്ഷയുണ്ട്. കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിം ലീഗുകാരെന്നോ മുസ്ലിം വർഗീയവാദികളെന്നോ ഒക്കെ പറഞ്ഞോളൂ. അതുപോലെ നമ്മളെന്തിനാ ഈ സാധാരണ വേണ്ടാത്ത ഭാഷയിലേക്ക് പോകേണ്ട കാര്യം? അതെനിക്ക് താല്പര്യമുള്ള ഒരു വിഷയം, അത് സൂചിപ്പിച്ചെന്ന് മാത്രം. പിന്നെ പിന്നെ ഈ നരേന്ദ്ര ദാമോദർദാസ് മോദി 10 മിനിറ്റ് കൊണ്ട് പറയാവുന്ന വിഷയമല്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ഒറ്റ പ്രസ്താവന കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ്, കൃത്യമായിട്ട് എൻ്റെ മാസം ഓർക്കുന്നില്ല, അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഒരു പ്രസ്താവന നടത്തി. ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് 29 അമേരിക്കൻ സ്റ്റേറ്റുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ 50 സ്റ്റേറ്റുകളിലെ 29 സംസ്ഥാനങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. ചൈന, ജപ്പാൻ, ലോകവുമായിട്ടുള്ള ബന്ധം ദാമോദർ മോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം ഉണ്ടായതല്ല, ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായ ശേഷവും ഉണ്ടായതല്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകൻ എന്ന നിലയിൽ നൽകിയ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം പോയെന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ യാത്ര ചെയ്യുകയും അവിടെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യനാണ് നരേന്ദ്രദാസ് മോദി. അതുപോലെ തന്നെ ഭാരതത്തിലും രാഹുൽ ഗാന്ധി ഒരു ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ട് അതിന്റെ പേര് പല കാര്യങ്ങളും പറയുന്നത് കിട്ടും. പക്ഷെ രാഹുൽ ഗാന്ധി പോയ സ്ഥലം അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് നരേന്ദ്രമോദി പോയിട്ടില്ലാത്ത സ്ഥലങ്ങളും മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ താരതമ്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയൊക്കെ പോയത്, മോദി പോയി എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അവരോടൊപ്പം കഴിഞ്ഞ ബന്ധമാണ് ഭാരതത്തിനുള്ളിലാണെങ്കിലും ഭാരതത്തിന് പുറത്താണെങ്കിലും മോദിക്കുള്ളത്. അതൊരു കാര്യം, സമയക്കുറവുണ്ട്. ഇനിയും ശ്രീലങ്കയിലേക്ക് പുതിയ ഗവൺമെന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പണ്ട് മുതൽ തന്നെ, അതായത് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റിന്റെ ആ പാർട്ടി എന്ന് പറയുന്നത് പണ്ട് തൊട്ട് തന്നെ ചൈനയുടെ പക്ഷം നിൽക്കുന്നവരാണ്. ആ നിൽക്കുന്നതിനൊരു കാരണമുണ്ടായിരുന്നു. അവർക്ക് അവിടെ പ്രശ്നമുള്ളത് സിംഹളരും തമിഴരും തമ്മിലുള്ള ശ്രീലങ്കയിലെ അന്തർസംഘർഷങ്ങളിൽ തമിഴരോടൊപ്പമാണ് ഭാരതമെന്നും അതുകൊണ്ട് അവരെ എതിർക്കുന്ന, ഭാരതത്തെ എതിർക്കുന്ന ചൈനയാണ് ഞങ്ങൾക്ക് കൂടെ നിൽക്കാൻ പറ്റിയെന്നൊരു ധാരണ സിംഹളത്തിന്റെ വിഭാഗത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അനുരാഗ് കുമാര ദിശനായകയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം, അദ്ദേഹം ചെറുപ്പക്കാരനാണ്. അദ്ദേഹം വരുന്നതിന് വളരെ മുമ്പ് തൊട്ട് തന്നെ അവരിങ്ങനെ നമുക്കെതിരെ, അതിന്റെ ഭാഗമാണല്ലോ, അറിയാമല്ലോ, രാജീവ് ഗാന്ധി വന്നതും, അതായത് രാഹുലിന്റെ അച്ഛൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നത് വന്നതും, അവിടെ ചെന്നപ്പോഴത്തേക്ക് തോപ്പിന്റെ വാർത്ത കൊണ്ട് തലക്കടിച്ചതും ഒക്കെ നമുക്കറിയാം. അപ്പം എല്ലാ കാലത്തും സിംഹളര് പൊതുവെ ഭാരതത്തിനെതിരെ ഒരു സമീപനം എടുത്തിരുന്നത്. അതിനെ എങ്ങനെയാണ് മോദി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ചോദ്യമായിട്ട് നിൽക്കുക തന്നെയായിരുന്നു. അതിനു മുമ്പ് ഞാൻ വേറൊരു ചെറിയ ഉദാഹരണത്തിലേക്ക് വരാം. മോദി അമേരിക്കയിലേക്ക് മോദിക്ക് വിസ കൊടുക്കുന്നത്, മോദി അങ്ങോട്ട് കയറാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും പ്രകാശ് കരട്ടും ഒവൈസിയും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം നടക്കുന്നവര് അപേക്ഷ തയ്യാറാക്കി അമേരിക്കൻ രാഷ്ട്രപതിക്ക് 2001, 2002 കാലഘട്ടത്തിൽ കൊണ്ട് കൊടുത്തു, അപേക്ഷ സമർപ്പിച്ചു. ഈ മോദിയെ അങ്ങോട്ട് കയറ്റി, അങ്ങനെയാണ് മോദിക്ക് അവിടെ വിസ നിഷേധിച്ചതൊക്കെ. ആ മോദിയെ അമേരിക്കൻ കോൺഗ്രസിലേക്ക്
ആദരപൂർവ്വം സ്വീകരിച്ച് ആനയിക്കുന്ന അവസരം അത് 2 പ്രാവശ്യം ഉണ്ടായെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ മാത്രം മിടുക്കല്ല, ഭാരതത്തിലെ ജനങ്ങളുടെ ജനകീയ ശക്തിയാണ് കണ്ടത്. അപ്പൊ അമേരിക്കയുമായിട്ട് അതുപോലെ. അതിനുശേഷം ആദ്യം മോദിക്ക് ഡൊണാൾഡ് ട്രംപുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതിനു മുമ്പ് ബാരക് ഒബാമയായിട്ടും അത്യാവശ്യത്തിനുള്ള വർക്കബിൾ റിലേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോഴത്തേക്ക് റിലേഷൻ ഒന്നുകൂടെ ദൃഢപ്പെട്ടു. അന്ന് 2019 ട്രംപ് പരാജയപ്പെടുകയും ജോ ബൈഡൻ ജയിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകാരും ഇസ്ലാമിക രാഷ്ട്രീയ പക്ഷവും ഒക്കെ മതിമറന്ന് ആഹ്ലാദിക്കുകയായിരുന്നു. മോദിയുടെ കാലം കഴിഞ്ഞു, ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞു. അതാ ബൈഡൻ വന്നു. ആ ജോ ബൈഡനും മോദിയെ കഴിയുന്നത്ര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവഗണിക്കാനോ അരികുവൽക്കരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ആ കാലവും കഴിഞ്ഞു. വീണ്ടും ഡൊണാൾഡ് ട്രംപ് വന്നപ്പോഴും പ്രത്യേക ഒരു പരിഗണനയൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും ഭാരതത്തിന്റെ ശത്രുപക്ഷത്താവാതിരിക്കുന്നതിനുള്ള, കാരണം അമേരിക്കയും ചൈനയും പാകിസ്ഥാനും കൂടെയുള്ള ഒരു അച്ചുതണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിനെതിരെ നിന്നിരുന്നത്. അമേരിക്കയും ചൈനയും പാകിസ്ഥാനും ആ അച്ചുതണ്ടിന്റെ ഭാഗമായിരുന്നു. അതിൽ നിന്ന് അമേരിക്കയെ നിശബ്ദമാക്കാനെങ്കിലും കഴിഞ്ഞതാണ് മോദിയുടെ വിജയം. അത് ഒരു വഴിക്ക് നിൽക്കട്ടെ, അത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ മറ്റൊരു തലം. അതിനപ്പുറമാണ് ഈ ശ്രീലങ്ക വരുമ്പം, ശ്രീലങ്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിലല്ല പ്രാധാന്യമുള്ളത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ സമുദ്ര മേഖല, ഇന്തോ പസഫിക് മേഖലയുള്ള സമുദ്ര മേഖലയിലെ ഭാരതത്തിന്റെ എന്ന് മാത്രമല്ല ലോകത്തിന്റെ തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തിന് ചൈനയുടെ പക്ഷത്തു നിന്നും വരാൻ സാധ്യതയുള്ള വെല്ലുവിളിയെ നേരിടുന്നതിനും ആ സമുദ്ര വാണിജ്യം വളരെ സുതാര്യമാക്കുന്നതിനും സൗകര്യപൂർവ്വമാക്കുന്നതിനും ലോക വാണിജ്യത്തെ സഹായകരമാക്കുന്നതിനും ശ്രീലങ്കയുമായിട്ട് ഭാരതത്തിന് കൃത്യമായ ബന്ധം വേണ്ടിയിരുന്നു. ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിലേക്ക് ഈ ദിശാനായക പോയെങ്കിൽ അതിന് വളരെ കൃത്യമായ സൂചന അദ്ദേഹത്തിന് ശ്രീലങ്കൻ ഇലക്ഷന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഇപ്പോഴത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് ഡൽഹിയിൽ വരികയും ഇവിടെ വന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കറുമായും പ്രധാനമന്ത്രിയായും ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കൃത്യമായ സന്ദേശം അന്നേ കിട്ടിയതാണ്. ഞാൻ അതിനെക്കുറിച്ച് ആർട്ടിക്കിളും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ശ്രീലങ്കയുടെ കാര്യത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ കേൾക്കുക. ചൈനയുമായി ബന്ധമുണ്ടാക്കുന്ന രാജ്യങ്ങൾ, അത് ശ്രീലങ്കയാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ഇറ്റലി ആണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും ദൂരകാലം, അതായത് ലോങ് റണ്ണില് ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അവസാനം ആ ബന്ധപ്പെടുന്ന രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക അടിത്തറ ഉൾപ്പെടെ തകർക്കുന്ന രീതിയിലാണ് അവസാനിച്ചിട്ടുള്ളത്. അത് ബംഗ്ലാദേശിന്റെ കാര്യത്തിലും പാകിസ്ഥാന്റെ കാര്യത്തിലും അവർ അഡ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിലും വസ്തുതയാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ അടുത്ത കാലത്തുണ്ടായ വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാക്കിയത് ചൈന തന്നെയാണ്. ചൈനയിൽ നിന്ന് കടം കൊണ്ട പണമാണ്. ചൈന സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന ധാരണയിൽ കൊടുത്ത കടം കൊണ്ട പണമാണ്. അതുപോലെ അവിടെ അവർക്ക് തുറമുഖങ്ങളിലും മറ്റും ചൈന നേടിയ മുൻകൈയാണ്. അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു. ഇതെല്ലാം ഒന്ന് ശ്രീലങ്കയുടെ രാഷ്ട്രീയ അധികാരത്തെയും സാമ്പത്തിക ശക്തിയെയും സ്വന്തം പിടിക്കുള്ളിൽ ഉറപ്പിക്കാൻ വേണ്ടി ചൈന നടത്തിയ പരിശ്രമം, അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ശ്രീലങ്കയ്ക്ക് അപകടകരമായി മാറുന്നു എന്ന് മനസ്സിലാക്കിയ ആ ദിശാനായകയുടെ രാഷ്ട്രീയ ബുദ്ധിയാണ്. ഇന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ഏറ്റവും പ്രധാനമായി കാണുന്നത് നരേന്ദ്രമോദിക്ക് ബഹുമതി കൊടുത്തൊന്നും ചെറുതായി ഞാൻ കാണുന്നില്ല. പക്ഷെ പ്രതിരോധ കാര്യത്തിൽ ഉണ്ടാക്കിയ ഒരു ബന്ധമുണ്ടല്ലോ, ജോയിന്റ് എക്സസൈസ് ഉണ്ടാവും, പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുവാങ്കൽ ഉണ്ടാവും, ഇന്റലിജൻസ് കാര്യങ്ങൾ എക്സ്ചേഞ്ച് ഉണ്ടാവും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം ഞങ്ങളുടെ മണ്ണിനെയോ ശ്രീലങ്കൻ മണ്ണിനെയോ ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിയെയോ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിനെതിരെയുള്ള നിരീക്ഷണത്തിനോ നീക്കങ്ങൾക്കോ അവസരം കൊടുക്കുകയില്ല എന്ന് ആർത്തശങ്കയ്ക്കിടയില്ലാതെ ശ്രീലങ്കൻ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാന കാര്യം ഇത് ഭാരതത്തിന്റെയും ശ്രീലങ്കയുടെയും മാത്രമല്ല,
ലോകത്തിന്റെ തന്നെ ഗുണകരമായ ഒരു ബന്ധമാണ് ശ്രീലങ്കയും ഭാരതവുമായി ഇപ്പം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെയാണ് അങ്ങനെ ഭാരതത്തിന്, ശ്രീലങ്കയ്ക്കല്ല, ഭാരതത്തിന് അനുകൂലമായ ഒരു സാഹചര്യം വരുന്നു എന്ന് കാണുമ്പം കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വിഷമുണ്ടാവും. അത് സ്വാഭാവികമാണ്. അവർ പിന്തുടരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും അനുകൂലമായ രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയം. അപ്പൊ രാജീവ് ഗാന്ധിയെ തോക്കിന്റെ പാർട്ടി കൊണ്ട് അടിച്ച ആളാണെങ്കിൽ പോലും, അതുപോലെ LTTE നേതൃത്വത്തില് ആ വേലുക്കുള പ്രഭാകരന്റെ ഒക്കെ പ്രസ്ഥാനം നമ്മുടെ രാജീവ് ഗാന്ധിയെ കൊന്നതും ആ രാജീവ് ഗാന്ധിയെ വധിച്ച അവരോടൊപ്പം നിന്ന DMK-യും ആ കരുണാനിധിയുടെ പ്രസ്ഥാനം DMK ഒക്കെയാണ് അവർക്കൊപ്പമായിരുന്നു. അത് പറഞ്ഞാണ് സർക്കാരിനുള്ള പിന്തുണ പോലും പിൻവലിച്ച ഒരു ഘട്ടത്തില്. ആ രാജീവ് ഗാന്ധിയുടെ കൊലപാതകികളായ തമിഴ് തീവ്രവാദികളുടെ ഒപ്പം നിന്നവരോട് ആ DMK-യോട് കൂടെ നിൽക്കുന്ന കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അവരോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ശ്രീലങ്കയിൽ ഒരു ഹിന്ദു വിരുദ്ധ, ഭാരത വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ വന്നതില് അവർക്ക് ആഹ്ലാദം തോന്നിയെങ്കിൽ ആ ആഹ്ലാദം അധികം കാലം അവർക്ക് അനുഭവിക്കാൻ ഇടയില്ല എന്നുള്ളതും, അവിടെയൊക്കെ കൃത്യമായ തിരുത്തൽ മോദിയുടെ സർക്കാർ കൊടുക്കുന്നുവെങ്കിൽ അത് പുതിയൊരു നയമല്ല. അതിനൊക്കെ ആദ്യം കാണുന്ന ഉദാഹരണം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 2014 അധികാരം ഏറ്റ ഉടനെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾക്ക് അയലത്തുള്ള രാജ്യങ്ങൾ, നമ്മുടെ അതിർത്തിയുള്ള രാജ്യങ്ങളെ മാറ്റാനൊന്നും പറ്റില്ല. അയൽവാസികളെ തിരഞ്ഞെടുക്കാൻ അയൽവാസികൾ പെർമനന്റ് ഉള്ളവരാണ്. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള ഭാരതത്തിന്റെ അതിർത്തിയിലുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്ന് നമുക്ക് പട്ടിണിക്കെതിരെ പൊരുതാം, നിരക്ഷരതയ്ക്കെതിരെ പൊരുതാം, വികസനമില്ലായ്മയ്ക്കെതിരെ പൊരുതാം എന്നൊരു സന്ദേശമാണ് ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഉൾപ്പെടെ നരേന്ദ്രമോദി അന്ന് കൊടുത്തത്. ആ നിലപാട് ഇന്ന് നിൽക്കുന്നു. ചൈനയോട് പോലും ശത്രുതയുടെ പക്ഷം അദ്ദേഹം ഉയർത്തുന്നില്ല. പക്ഷെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ശത്രുതയാണ് ഞങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമെന്ന് ഏതെങ്കിലും രാജ്യം ചിന്തിക്കുകയാണെങ്കിൽ അതിന് മറുപടി കൊടുക്കാനുള്ള, അർഹിക്കുന്ന മറുപടി കൊടുക്കാനുള്ള കരുത്തും മോദിക്കുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. ആ കരുത്താണ് ഒരു സന്ദർഭത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ അയൽ രാജ്യമാണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ ആദ്യത്തെ വെടി ഉതിർത്തുകയില്ല. പക്ഷെ എങ്ങാനും നിങ്ങൾ ഇങ്ങോട്ട് വെടിവെക്കുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ട് എത്ര വെടിയുണ്ടകൾ പായിക്കും എന്നുള്ളതിന്റെ എണ്ണവും ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും സഹകരണാത്മകമായ നിലനിൽപ്പ്, കോഓപ്പറേറ്റീവ് മ്യൂച്വൽ എക്സിസ്റ്റൻസിനപ്പുറം ഒരു മത്സരാധിഷ്ഠിത ലോകം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മത്സരിച്ചേ കഴിയുള്ളതെന്നും പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് എതിർക്കാൻ വന്നു കഴിഞ്ഞാൽ അത് മാലിദ്വീപ് തൊട്ട് ചൈന വരെയുള്ള ഏത് രാജ്യമാണെങ്കിലും മറുപടി അർഹിക്കുന്ന തരത്തിലും അളവിലും ഉണ്ടാകുമെന്ന് പറയുന്നതിനുള്ള കരുത്തും ഉള്ളൊരു പ്രധാനമന്ത്രിയുടെ ഭരണകാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നന്ദി സർ.